അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ തസദ്ദഖ അഹദുൻ ബിസദഖത്തിൻ മിൻ ത്വയ്യിബിൻ, ത്വയ്യിബായ വിശിഷ്ടമായ ഹലാലായ ഒരു കാര്യത്തിൽ നിന്ന് ആരെങ്കിലും വല്ല സദഖയും ചെയ്താൽ, ദാനധർമ്മം ചെയ്താൽ, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയില്ല. ഇല്ലാ അഖദഹർ റഹ്മാനു ബിയമീനി, അങ്ങനെ ഹലാലായ സ്വാലിഹായ നല്ലതായ ഒരു ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് ഒരു കാര്യത്തിൽ നിന്ന് ആരെങ്കിലും സദഖ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ലാ അഖദഹർ റഹ്മാനു ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ വലത് കൈയിൽ അത് സ്വീകരിക്കും. വ ഇൻ കാനത് തംറതൻ, അതൊരു ഉണങ്ങിയ കാരക്കയാണെങ്കിലും ശരി. നോക്കൂ, ഒരു ഉണങ്ങിയ കാരക്ക എത്ര നിസ്സാരമാണ്, പക്ഷെ അത് ഹലാലായ നല്ല സമ്പാദ്യത്തിൽ നിന്നാണെങ്കിൽ ഫതർബൂ ഫീ കഫിർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലത് കൈയിൽ അത് വളർന്നുകൊണ്ടിരിക്കും. ഹത്താ തകൂന അഅളമ മിനൽ ജബൽ, ഒരു പർവ്വതത്തേക്കാൾ അത് വലുതായി തീരും. ഏതുപോലെ, കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു ഔ ഫസീലഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുഞ്ഞിനെ, ഫലുവ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ കുട്ടി, ഫസീൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കുട്ടി. അപ്പോൾ നിങ്ങളിൽ ഒരാൾ കുതിരയുടെ കുട്ടിയെ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കുട്ടിയെ പോറ്റി വളർത്തി വലുതാക്കുന്നത് പോലെ ഒരു ഈത്തപ്പഴമാണെങ്കിലും കാരക്കയാണെങ്കിലും നിങ്ങൾ നല്ല നിലക്ക് ഇഖ്ലാസോടുകൂടി, ഇവിടെ വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, നല്ലതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഹലാലായിരിക്കണമെന്ന് മാത്രമല്ല, നല്ല ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കണം. ഇങ്ങനെ ചെലവഴിച്ചാൽ ഒരു പർവ്വതത്തോളം അതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു സുബ്ഹാനഹു തആല വളർത്തും. നിങ്ങൾ നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, ഒരു പർവ്വതത്തിൻ്റെ വലിപ്പം എത്രയാണ്, അതിൻ്റെ വീതിയും അതിൻ്റെ നീളവും അതിൻ്റെ ഹൈറ്റും, അതേപോലെ തന്നെ അതിൻ്റെ അടിയിലേക്ക്, പർവ്വതത്തിൻ്റെ അടിയിലേക്ക് വേരുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പർവ്വതം എന്നുള്ളത് വളരെ വലിയൊരു സൃഷ്ടിയാണ്. അത്രയും വലുതാക്കി മാറ്റും ഒരു ഉണങ്ങിയ ഈത്തപ്പഴമാണെങ്കിലും കാരക്കയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല പ്രതിഫലത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ സദഖ ചെയ്യുവാനുള്ള ശക്തമായ പ്രേരണയാണ് ഈ ഹദീസിലുള്ളത്. പല ആളുകളും ധരിച്ചിട്ടുള്ളത് സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പണമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ്. മാത്രമല്ല, സദഖയാവണമെങ്കിൽ അത് അത്യാവശ്യം വലിയൊരു എമൗണ്ട് ആവണം എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കൈകളിൽ എത്ര ചെറിയതാണെങ്കിലും, ചെറിയ പണമാണെങ്കിലും ശരി, ഇനി പൈസ തന്നെ ആവണമെന്നില്ല, ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമാണെങ്കിലും ശരി, ഒരു ഉണങ്ങിയ കാരക്കയാണെങ്കിലും ശരി, ഒരു ഉണങ്ങിയ കാരക്കയുടെ കഷണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര നിസ്സാരമായതും ചെലവഴിക്കാൻ, അത് നല്ല മനസ്സോടുകൂടി ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കാൻ സാധിച്ചാൽ പരലോകത്തത് വളരെ വലിയൊരു പ്രതിഫലമായി തീരും. അതുകൊണ്ടൊരിക്കലും സദഖ അത് വേറെ ആർക്കോ ചെയ്യാനുള്ളതാണ്, നമുക്കൊന്നും അതിൽ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതേണ്ടതില്ല. അവനവനെ കൊണ്ട് സാധിക്കുന്നതൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സദഖയായി, ധർമ്മമായി നമ്മൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ വമ്പിച്ച പ്രതിഫലമാക്കി വളർത്തും. ഇവിടെ അള്ളാഹു അവൻ്റെ വലത് കൈയിൽ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ ചില ഹദീസിൽ വന്നിട്ടുണ്ട്, നമ്മളൊരു സദഖ ചെയ്യുമ്പോൾ അത് നമ്മൾ കൊടുത്ത ആൾ വാങ്ങുന്നതിനേക്കാൾ മുമ്പ് അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടാകുമെന്നാണ്. നമ്മുടെ ഇഖ്ലാസ് റെഡിയാണെങ്കിൽ, നിയ്യത്ത് റെഡിയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും. അത് വളരെ വലിയ ഒരു സമാധാനം നൽകുന്ന ഒരു വാക്കാണ് സദഖ ചെയ്യുന്ന ആളുകൾക്ക്. അതുകൊണ്ട് ധാരാളമായി സദഖ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.